എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് ഭയങ്കര അടിപൊളിയായിട്ട് ഞാൻ വിചാരിക്കുന്നു ഞാൻ അടിപൊളിയായിട്ടാണ് ഉള്ളതെന്ന്. അപ്പൊ ഞാൻ അങ്ങനെ എന്താ പറയുക റെഡിയായി നിൽക്കുകയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് മൂൺ ഡ്രേപ്പിംഗ് വീഡിയോ ആണ്. ഓണം സീരീസിന്റെ ഒരു 2-3 വീഡിയോ ആയിരിക്കും. രണ്ടാമത്തെ വീഡിയോ ആണ് തോന്നുന്നു. അപ്പം എന്താ പറയാ ഒട്ടും സാരി ഉടുക്കാനും സെറ്റ് മുണ്ട് ഉടുക്കാനും ഒന്നും അറിയാത്തവർക്ക് ഈസി ആയിട്ട് ഉടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട് ഉള്ളൊരു സെറ്റ് മുണ്ട് ഡ്രേപ്പിംഗ് ആണ്. അപ്പൊ ഞാൻ എങ്ങനെയാണോ ഞാൻ ഈസി ആയിട്ട് ഏറ്റവും എന്താ പറയാ പെട്ടെന്ന് തന്നെ ഞാൻ എങ്ങനെയാണ് ഉടുക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈസി ആയിട്ട് ഒരു 5 മിനിറ്റ്സ് ഒന്നും വേണ്ട. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അയണൊക്കെ ചെയ്ത് വെച്ചാൽ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രേപ്പിംഗ് ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അത് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾ പോയിട്ട് കണ്ടോളൂ. അപ്പോൾ സെറ്റ് മുണ്ട് ഉടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ അറിയേണ്ടത് നമുക്ക് സെറ്റ് മുണ്ട് ഏതാണ്, അതുപോലെ തന്നെ ധാവണി എന്നാണ് കേട്ടോ ഞാനിങ്ങനെ സാരി പോലെ ഉടുക്കുന്നതിന് പറയാം. അപ്പോൾ അതേതാണെന്ന് തിരിച്ചറിയണം. അപ്പോൾ എപ്പോഴും നല്ല വീതിയുള്ള ഏതാണോ വരുന്നത് അതാണ് നമ്മുടെ മുണ്ടുണ്ടാവുക. അതുപോലെ തന്നെ വീതി കുറവും നീളം കൂടുതലും ഉള്ളതായിരിക്കും കേട്ടോ നമ്മുടെ ധാവണിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അപ്പം സെറ്റിലെ മുണ്ട് ഞാൻ എടുത്തിട്ട് ഇതുപോലെ ഒരു എൻഡ് ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ സെൻറ്ററിലൊന്ന് ഇതുപോലെ ടക്കിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മടക്കിയത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വീതി കുറച്ച് കൂടുതലാണല്ലോ. അപ്പം നമുക്ക് വീതി മീൻസ് നീളം കുറച്ച് കൂടുതലായിരിക്കും എൻ്റെ ആ ഒരു വണ്ണത്തിന്. അപ്പം നമുക്ക് ബാക്കിൽ ഭയങ്കര എക്സ്ട്രാ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് മറ്റേ എൻ്റെ എടുത്തിട്ട് ഇതാ ഈ കസവ് ഇതുപോലെ മിഡിലിൽ കിട്ടുന്ന പോലെ ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഈ ബാക്കിൽ വന്നിട്ടുള്ള എക്സ്ട്രാ ക്ലോത്ത്സൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് ടക്കിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ഒഴിവാക്കാനാണ് വേണമെങ്കിൽ ഫ്രണ്ടിൽ കുറച്ചുകൂടെ ഒന്ന് പ്ലീറ്റ്സ് പോലെ എടുത്തിട്ട് നമുക്ക് ഫ്രണ്ടിൽ കുത്തി കൊടുക്കാം കേട്ടോ. പക്ഷെ ചിലവർക്കൊക്കെ അതിങ്ങനെ ഭയങ്കര ഓവറായിട്ട് ബൾജ് ചെയ്ത പോലെ ഉണ്ടാവും ഫ്രണ്ടിൽ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം ഏതാണോ കംഫർട്ട് അത് നോക്കുക കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ ഈ ധാവണി കൊടുക്കുന്നതാണ്. അപ്പോൾ ധാവണി എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇവിടെ പ്ലീറ്റ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചതാണ്. അപ്പം അയൺ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ കുത്തുന്ന ആ ഒരു പോർഷൻ വരെ മാത്രം നമ്മൾ അയൺ ചെയ്യുക കേട്ടോ. പ്ലീറ്റ്സ് എടുത്ത് അയൺ ചെയ്യുക. ബാക്കി നമ്മൾ വെറുതെ ഒന്ന് അയൺ ചെയ്യുക, അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാത്രം അയൺ ചെയ്യുക. അപ്പം ഞാൻ ഓൾറെഡി പ്ലീറ്റ്സ് എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വേറൊരു സെറ്റ് മുണ്ടിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നതാണ് എങ്ങനെയാണ് ഈ പ്ലീറ്റ്സ് എടുത്തിട്ടുള്ളതെന്ന്. അപ്പം ഞാൻ ഇതുപോലെ കൈ വെച്ചിട്ടാണ് കേട്ടോ പ്ലീറ്റ്സ് എടുക്കുന്നത്. പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ടിൽ വരുന്ന ആ പ്ലീറ്റ്സ് എപ്പോഴും കുറച്ച് വീതിയിലെടുത്തിട്ട് ബാക്കിലോട്ടുള്ളത് കുറച്ച് വീതി കുറക്കുക. അതാകുമ്പോൾ നമ്മൾക്ക് ഇൻ കേസ് ഇത് മുന്നോട്ട് വന്നാലും നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പിൻ ചെയ്യുന്ന സമയത്ത് കുത്താൻ വേണ്ടി പറ്റും. എന്നിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് ഒന്ന് എടുത്തിട്ട് അവിടെ ഒരു പിൻ ചെയ്ത് വെക്കുക കേട്ടോ ആ ഒരു എൻഡിൽ. എന്നിട്ട് അത് നമ്മൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണിത്. പക്ഷെ അത് ചെയ്ത് അങ്ങ് റെഡിയാവും കേട്ടോ. അങ്ങനെയാണ് എല്ലാവരും എന്താ പറയുക പ്രോ ഒക്കെ ആവുന്നത്. അപ്പം അങ്ങനെ ഞാൻ എടുത്ത പ്ലീറ്റ്സ് ഇതാ എൻ്റെ ലെങ്ത്തൊക്കെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കുത്തി വെക്കാനാണ് പോകുന്നത് കേട്ടോ. ഈ സമയത്ത് ഞാൻ എല്ലാ സേഫ്റ്റി പിന്നും റിമൂവ് ചെയ്യും. കാരണം അടിയിലും മേലെയൊന്നും സേഫ്റ്റി പിൻ വെക്കുന്നതിനോട് എനിക്ക് കൂടെ താല്പര്യമില്ല. ഞാൻ അധികം സേഫ്റ്റി പിന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഒരു പിന്നെടുത്തിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ ആ ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവിടെ വേണമെങ്കിൽ നമ്മൾക്ക് ലാസ്റ്റ് ഒന്ന് അയച്ച് അഡ്ജസ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ഇതന്നെ മതി കേട്ടോ. നമ്മൾക്ക് ബാക്കി എൻഡ് നമ്മൾക്ക് ഇതുപോലെ ചുറ്റി കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ തന്നെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഞാൻ സേഫ്റ്റി പിൻ വെച്ചിട്ടാണ് കേട്ടോ പിൻ ചെയ്യുക. അപ്പം അത് പിൻ ചെയ്യുമ്പോൾ ഞാൻ ആ ഒരു ബോർഡറിൻ്റെ ആ ഒരു കൂടുതൽ ലെങ്ത്ത് വരുന്നുണ്ടല്ലോ ആ ഒരു കസവ് കഴിഞ്ഞിട്ട്, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ബോർഡർ കുറച്ചുകൂടെ നല്ല ഭംഗിയിൽ കിട്ടും. അപ്പം അങ്ങനെ വെച്ചിട്ട് ഞാൻ അവിടെ ഒരു പിന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നോർമലി ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സെറ്റ് മുണ്ട് ഇവിടെ ഉടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 1 മിനിറ്റ് പോലും എടുക്കില്ല കേട്ടോ അയണൊക്കെ ചെയ്തിയാണെങ്കിൽ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കുക. ഓണൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെൻ്റെ വളരെ പഴയ ഒരു സെറ്റ് മുണ്ട് കൂടിയാണ്. അപ്പം എന്നിട്ടും വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഹീലൊക്കെ ഇടുന്നവരാണെങ്കിൽ ലെങ്ത്ത് അതിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ സ്കേർട്ടൊക്കെ ഇടുന്നവർ ഏതാണോ കംഫർട്ടബിൾ അത് വെയർ ചെയ്യുക എപ്പോഴും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു ഫുൾ ലുക്ക് എന്ന് പറഞ്ഞാൽ. എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് എന്നിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.